തങ്ങളെ പ്രകോപിപ്പിച്ചാൽ പ്രത്യാക്രമണം കനത്തതായിരിക്കുമെന്ന് ഇസ്രായേലിന് ഇറാന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ നിലപാട് കൃത്യവും കണിശവുമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. തങ്ങൾ യുദ്ധം നടത്തി അത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും തങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇപ്പോൾ അവർക്ക് ലഭ്യമാകുന്നതിന്റെ 10 മടങ്ങ് തിരിച്ചടി ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങൾ നടത്തുമെന്നാണ് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം UN സഭയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന് മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ ഇറാന്റെ തങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മേഖലകളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇറാന്റെ UN പ്രതിനിധി UN സഭയിൽ വെച്ച് ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അവരുടെ മുഖമൊന്നും വല്ലാത്ത രീതിയിൽ പ്രകാശമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് എന്നുള്ളതാണ് ചില മീഡിയകൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഭയപ്പാടുണ്ടായിരിക്കുന്നു ഇറാനും ഇറാന്റെ ഭരണാധികാരികൾക്കും എന്ന തരത്തിലാണ്. വളരെ ശക്തമായിരിക്കുന്ന ഒരു ഏകാധിപതിയുടെ സ്വരത്തോടു കൂടിയാണ് UN സഭയിൽ അല്ലെങ്കിൽ UN സഭയെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു അഭിസംബോധന ചെയ്തത്. കൃത്യവും വ്യക്തവും മനസ്സിലാവുന്ന ഭാഷയിലും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന രൂപേണയാണ് ലോകത്തോട് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 2ാമത്തെ ദിവസമാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത്. അതോടുകൂടി ഇത്രയും കാലം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു നടന്ന എല്ലാ കാര്യങ്ങളും തവിട് പൊടിയായി താഴെ വീണ് ഉടഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പൊ അവർ പറയുന്നേ ഉള്ളൂ, പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയില്ല, അവർ പ്രവൃത്തിയാണ് ചെയ്യുക എന്നുള്ളതും ലോകത്തിന് തെളിഞ്ഞ ദിവസം കൂടിയായിരുന്നു അന്ന്. ഇപ്പൊ 2ാമത്തെ ഘട്ടത്തിൽ മസൂദ് പെസസ്കിയാൻ പിന്നീട് നിലപാട് പറയുകയാണ്. ഖത്തറിൽ നടത്തിയിരിക്കുന്ന സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകപരമായിരിക്കുന്ന ഒരു മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതിനിധിയായിട്ട് പോയത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനാണ്. അവരിങ്ങനെ ഒളിസങ്കേതത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ചില മീഡിയകളൊക്കെ, പടിഞ്ഞാറൻ മീഡിയകളൊക്കെ പറയുന്നത്. വലിയ ആക്രമണത്തെ ഭയന്നുകൊണ്ട്, അതായത് ലെബനാനിൽ നടത്തിയ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്ബുള്ള മേധാവിയെയും കമാൻഡറെയും കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പ്രസിഡന്റിനും ഇറാനുമായി ബന്ധപ്പെട്ട മേഖലയിലെ പ്രധാനികൾക്കും വലിയ സുരക്ഷ നൽകിയിരിക്കുന്നു, ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന തരത്തിലാണ്. എന്നാൽ അവരങ്ങനെ ബങ്കറിലൊന്നും അല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇറാന്റെ ആത്മീയ നേതാവ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുത്ബ പ്രഭാഷണം നടത്തിയത്. അതും തെഹ്റാനിന്റെ മധ്യത്തിലുള്ള ഗ്രാൻഡ് മസ്ജിദിൽ വെച്ച്. അതിനോടനുബന്ധിച്ചാണ് ഇറാഖ് സന്ദർശിച്ചത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ. അവിടെ വെച്ച് കൃത്യമായിരിക്കുന്ന ഇറാന്റെ നിലപാട് പറയുകയും ചെയ്തു. അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഇസ്രായേൽ തങ്ങളുടെ ശത്രു രാജ്യമാണ്. അവരുള്ളിടത്തോളം കാലം ലോകത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. മുസ്ലിം രാജ്യത്തെയും മുസ്ലിം ദേശത്തെയും അവിടെ ഉണ്ടാകുന്ന സമ്പത്തിനെയും കൊള്ളയടിക്കുന്ന പ്രവർത്തനം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അമേരിക്ക ചെയ്തിരിക്കുന്നു. അത് നമ്മൾക്കത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ സംവിധാനം ഒരുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ സമ്പത്തും നമ്മുടെ ഭൂപ്രദേശത്ത് കിളർത്തു വരുന്ന തലമുറ അനുഭവിക്കേണ്ടതായിരിക്കുന്ന സമ്പത്തും കൊള്ളയടിക്കുന്ന ഒരു പ്രവൃത്തി അമേരിക്ക ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടായിട്ടാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇസ്രായേലിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാവുന്നു എന്ന് വരുത്തി തീർക്കാനും ഒരു ഭീഷണി സ്വരത്തിലുള്ള അല്ലെങ്കിൽ ഒരു വില്ലന്മാരായിരിക്കുന്ന ഒരു ടീമായിട്ട് ഇസ്രായേൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ അമേരിക്കയ്ക്ക് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്ന് മുമ്പേ ഇറാൻ പറഞ്ഞു വെച്ചതാണ്. നിങ്ങൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ കുറിച്ചോ അമേരിക്കയെ കുറിച്ചോ അറിയില്ല. അവരങ്ങനെ ശാന്തമായ രീതിയിൽ സംസാരിക്കും, രാജ്യവികസനത്തിന് വേണ്ടി വലിയ സഹായങ്ങൾ ചെയ്തു തരും, പെട്രോളിയം ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും സൈനികപരമായിരിക്കുന്ന കാര്യത്തിനൊക്കെ വലിയ സഹായം ചെയ്യുമ്പോൾ ഇവർ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് മനസ്സിലാക്കും. പക്ഷേ അവർ വലിയ ചതിയന്മാരാണ്, അവരൊരു കൊള്ളസംഘം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ആന്തരികപരമായിരിക്കുന്ന വിഷയകാര്യങ്ങൾ അവരുമായിട്ട് ഉടക്കുന്ന സമയത്ത് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവരെ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് സ്വയം പര്യാപ്തത നേടി, സ്വയം പ്രതിരോധം നേടിയിട്ടാണ് തങ്ങൾ ഇത്രത്തോളം വളർന്നത്. നേർക്ക് നേരെ അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ പോലും തങ്ങൾക്ക് സൈനിക ബലവും ശക്തിയുമുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. ഇസ്രായേലിന് 100% സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. 2ാം ലോക യുദ്ധത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ട് വലിയ ആധിപത്യം ജർമ്മനിക്കും ജപ്പാനിനും എതിരെ ഉണ്ടാക്കിയ ഒരു രാജ്യത്തിന്റെ പേര് കൂടിയാണ് അമേരിക്ക. അമേരിക്ക അടങ്ങുന്ന സംഘങ്ങൾ മുഴുവൻ ഇസ്രായേലിനൊപ്പമാണ്. അവരുമായിട്ട് ഏറ്റുമുട്ടുന്നത് ഫലസ്തീന്റെ അകത്തുള്ള ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ചെറിയ സൈനിക വിഭാഗമായിരിക്കുന്ന ഹമാസുമായിട്ടാണ്. ഒരു വർഷം പൂർത്തിയാകാൻ 2 ദിവസം ഇനി ബാക്കിയുള്ളൂ. എന്നിട്ടും ഇസ്രായേലിന് അവിടെ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല.
വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി അമേരിക്കയും സാധിച്ചിട്ടില്ല, യൂറോപ്യന്മാർക്കും സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ യമനിൽ പ്രവർത്തിക്കുന്ന ചെറിയൊരു വിമത വിഭാഗമാണ് ഹൂത്തികൾ എന്ന് പറയുന്നത്. അവരുടെ നിരന്തരമായിരിക്കുന്ന അക്രമത്തിന്റെ ഭാഗമായി അമേരിക്കക്ക് ചെങ്കടലിൽ സുരക്ഷിതമല്ല. ചെങ്കടലിലൂടെ ഓടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട അമേരിക്കയുടെ സൈനിക വിന്യാസത്തിന് നേരെ പോലും യഥാർത്ഥത്തിൽ ഹൂത്തികൾ ആക്രമിക്കുന്നു. ഇങ്ങനെയാണ് അതിന്റെ രീതി കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന വളരെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ അവർ വല്ലാതെ കുഴഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇറാന് ഇത്രയും കാലം യഥാർത്ഥത്തിൽ സൈലന്റായ രീതിയിൽ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാത്ത രീതിയിലാണ് ഇറാന്റെ നിലപാടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഒതുങ്ങിക്കൂടി. ആദ്യത്തെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് സന്ദേഹങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പേജർ ആക്രമണത്തിലൂടെയാണ് കൊല്ലപ്പെട്ടത് എന്ന് സംശയിക്കുന്നു. പേജർ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. അങ്ങനെ പേജറിലൂടെ ലെബനാൻ നടന്ന പോലെയുള്ള വല്ല സ്ഫോടന സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ഹെലികോപ്റ്ററിന് തീപിടിക്കുകയോ തകർന്നു വീഴുകയോ ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നു. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരു അക്രമം ഉണ്ടായിട്ടില്ല എന്ന് അന്വേഷണ വിദഗ്ധർ കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ സത്യമാണ്. അത് റഷ്യയുടെയും തുർക്കിയുടെയും ഇറാന്റെയും വ്യത്യസ്തമായിരിക്കുന്ന 3 സൈനിക വിഭാഗങ്ങളാണ് ഈ അപകട മരണവുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് അന്വേഷിച്ചത്. ഏറെക്കുറെ ഇവർ 3 ആളും നൽകിയത് ഒരേ റിപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള ഒരു അക്രമം ഇതിനു നേരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതോടുകൂടി ഇത് അവസാനിച്ചു. ഈ പേജർ സ്ഫോടനം നടന്നതോടുകൂടിയാണ് അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അതിനുശേഷമാണ് ലെബനാനിൽ വെച്ച് ഹിസ്ബുള്ള നേതാവ് കൊല്ലപ്പെടുന്നത്. ഇങ്ങനെ 3 മരണങ്ങൾ നടന്നു. അതിൽ 2 മരണത്തിന്റെയും ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. ഈ ലെബനാനിലുള്ള മരണം മാത്രമാണ് അവരുടെ അക്രമത്താലുണ്ട് എന്ന് ഇസ്രായേൽ ഏറ്റെടുത്തത്. ഏതായിരുന്നാലും ഈ 3 പ്രതിസന്ധിയെയും അതിജീവിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമായിരുന്നു. ഇറാന്റെ പ്രസിഡന്റ്, പാലസ്തീന്റെ നേതാവ്, ഹിസ്ബുള്ളയുടെ തലവൻ, ഈ 3 മരണങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇസ്രായേലാണെന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് നേരെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന്റെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചത്. അത് ശക്തമായിരിക്കുന്ന അക്രമമാണ്. എന്നാൽ ബലമുള്ള സൈനിക അക്രമമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനിയൊരു പ്രത്യാക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മറുപടി കനത്തതായിരിക്കും. അത് വലിയ പ്രഹരമായിരിക്കും. അത് യഥാർത്ഥത്തിൽ താങ്ങാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുകയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ നൽകിയതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ ആയുധക്കുറവുള്ള അല്ലെ സൈനികപരമായി ബലമില്ലാത്ത വിഭാഗവുമായി ഏറ്റുമുട്ടുന്നത് പോലെയല്ല ഇറാനുമായിട്ട് ഏറ്റുമുട്ടൽ. അതൊരു മതരാഷ്ട്രമാണ്. അവരുടെ തീവ്ര ചിന്താഗതിയാണ്. വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. മരണം അവർക്ക് വിഷയമല്ല, മരണം അവർ പ്രതീക്ഷിക്കുന്നവരാണ്. ഇങ്ങനത്തെ ഒരു സൈനിക ട്രൂപ്പുമായി ജീവിതത്തോട് ആർത്തിയുള്ള, മരണത്തെ ഭയപ്പെടുന്ന സൈനിക ട്രൂപ്പായിരിക്കുന്ന ഇസ്രായേലിന്റെ സൈനികരുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും പരാജയങ്ങളും വലിയ കനത്തതായിരിക്കും എന്നൊരു തിരിച്ചറിവും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിലപാടും യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റാത്തൊരു പ്രതിസന്ധി ഇപ്പോൾ അവരെ പിടികൂടിയിരിക്കുകയാണ്. അത് ഒന്നാമത്തത് ഹമാസിനെ ഇല്ലാതാക്കും, ഈ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കും, ജീവനോടെ മോചിപ്പിക്കുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലി ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കാനുള്ള നടപടിയെടുക്കും. ഹമാസിനെ പൂർണ്ണമായിട്ട് തുരത്തും. അതിന് നേതാക്കന്മാരെ വധിക്കപ്പെടും. അവരുടെ സൈനികപരമായിരിക്കുന്ന മേഖല കണ്ടെത്തും. ആരാണോ അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് അവരെ തങ്ങൾ പിടികൂടും. ഒക്ടോബർ 7-ാം തീയതി എന്ന് പറയുന്ന ഒരു സ്ഥിതി ഇനി ഭാവിയിൽ ഇസ്രായേലിന് നേരെ ഉണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ഇങ്ങനെ ഒരുപാട് കഥകളും ഒരുപാട് സംഭവങ്ങളും അന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ലോകത്തോട് പറഞ്ഞാണ്. ഒന്നും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മാത്രവുമല്ല അവരിപ്പോൾ യുദ്ധം തുടങ്ങി 1 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇവർ 2ാം ഘട്ടത്തിൽ ലെബനാനുമായിട്ട് സൈനികപരമായിരിക്കുന്ന യുദ്ധപ്രഖ്യാപനം നടത്തി. അങ്ങനെ ലെബനാനിൽ നിന്ന് കനത്ത രീതിയിലുള്ള തിരിച്ചടി, മരണപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇപ്പോഴും കൃത്യമല്ല എന്ന രീതിയിലാണ് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള കനത്ത പ്രത്യാക്രമണം ലെബനാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനോടനുബന്ധിച്ചാണ് പിന്നീട് ഇറാന്റെ ആക്രമണം കൂടി ഉണ്ടായതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നടുവൊടിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് പ്രതികരിക്കേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ആവുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അവർ 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്
ഇസ്രായേൽ അനുഭവിച്ച മാനസിക പ്രയാസത്തിന്റെ ഏകദേശം 1000 മടങ്ങ് ഇപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ആ യുദ്ധത്തിൽ ജനങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ സൈനികർക്കല്ലാതെ ഇവിടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ, ഇസ്രായേൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നു. സൈനികർ വേറെയും പ്രയാസപ്പെടുന്നു. അന്ന് മരണപ്പെട്ട സൈനികരുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ന് മരണപ്പെട്ട സൈനികരുടെ എണ്ണത്തിന് കൃത്യമായ രീതിയിലുള്ള കണക്ക് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായിരുന്നാലും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ ഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ആഘാതവും പ്രയാസവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.